IPL എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള മുംബൈ ഇന്ത്യൻസിന്റെ മാച്ച് ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടു. മുംബൈ ഇന്ത്യൻസിനെതിരെ മികച്ച തുടക്കം ലഭിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ രംഗത്ത് വരികയാണ്. എങ്ങനെയാണ് മുംബൈ ഏറ്റവും ടേബിളിന്റെ അടിയിലുണ്ടായിരുന്നിട്ട് പെട്ടെന്ന് മുകളിലേക്ക് വന്നതെന്ന് എല്ലാവരും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ കളിച്ചതുകൊണ്ടാണ് അവർ ടേബിളിന്റെ മുന്നിലേക്ക് വേഗം എത്തിയത് എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരെങ്കിലും ഇതിനിടയിൽ കോഴ അല്ലെങ്കിൽ പറ്റിപ്പ്, ചതി, അംബാനിയുടെ പൈസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ട്രോളുകളും ചെറുതൊന്നുമല്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കളിയിൽ മുംബൈ ടീമുമായി തന്നെ അംബാനി കോടികൾ വാരിയേറിയതായും അതുപോലെ GTയുടേത് ഒത്തുകളിയാണെന്നും ഒക്കെ ഇന്നലെ മുതൽ പറയുന്ന സംശയം ആരാധകരിൽ ആഞ്ഞടിക്കുന്നത്. അപകടകാരിയായ മുംബൈ ഇന്ത്യൻസിന്റെ ഇതിഹാസ ഓപ്പണർ രോഹിത് ശർമ്മയ്ക്ക് 2 തവണയാണ് പവർ പ്ലേയിൽ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് താരങ്ങൾ ആയുസ് നീട്ടിക്കൊടുത്തത് എന്നുകൂടി പറയണം. മത്സരത്തിൽ ഒത്തുകളി നടന്നതായി ആരാധകർ സംശയിക്കാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. മുഹമ്മദ് സിറാജാണ് GTക്കായി ആദ്യ ഓവർ ബോൾ ചെയ്തത്. 6 റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു. പ്രസിദ്ധ് കൃഷ്ണയ്ക്കായിരുന്നു രണ്ടാമത്തെ ഓവർ കൊടുത്തത്. ആദ്യ ബോളിൽ 4 അടിച്ചാണ് പ്രസിദ്ധിനെ ബെയർ സ്റ്റോക്ക് വരവേറ്റതെന്ന് വേണം പറയാൻ. അടുത്ത ബോളിൽ ബൈ ആയി 2 റൺസ്. അങ്ങനെ തന്നെ മൂന്നാമത്തെ ബോള് വീണ്ടും ഡബിള്. അടുത്ത 2 ബോളിലും സിംഗിൾ മാത്രം. 5ാമത്തെ ബോളിൽ രോഹിത് പുറത്താവേണ്ടതായിരുന്നു. കൃത്യമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ബോൾ ചെയ്തത്. എന്നാൽ പുറത്താവേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിട്ടും സ്റ്റംസിന് ലക്ഷ്യമിട്ട് ഒരു ബാക്ക് ഓഫ് ലെങ്ത് ബോൾ പ്രസിദ്ധ എറിഞ്ഞിട്ടുണ്ടെങ്കിലും ഔട്ടായില്ല. പുൾ ഷോട്ടിനായിരുന്നു ഹിറ്റ്മാന്റെ ശ്രമം. ടോപ്പ് എഡ്ജായ ബോൾ നേരെ മുകളിലേക്ക് പോയി. ഡീപ് ബാക്ക് വേർഡ് സ്ക്വയർ ലെങ്കിൽ തന്നെ വലതുവശത്തേക്ക് ഓടി ജെറാൾ കോട്സി ക്യാച്ചിന് ശ്രമിച്ചു. ബോൾ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് തന്നെയാണ് വീണത്. പക്ഷെ കയ്യിലെത്തിയ ശേഷം ബൗൺസ് ആയ ബോൾ തന്നെ താഴെ വീഴുകയായിരുന്നു. ഇതെല്ലാവരും കണ്ടു. ഇത് ക്രിക്കറ്റാണ്. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കാറുമുണ്ട്. എന്നാൽ ഇത് ഓർത്തു വെച്ച് വീണ്ടും വീണ്ടും കാണുമ്പോഴും ഇത് അംബാനിയുടെ ടീമാണെന്ന് മനസ്സിൽ വയ്ക്കുമ്പോഴും ആരാധകർ ഇത് കോഴയാണോ, ഇത് ചതിയാണോ, പൈസ എറിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.